ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നിച്ചിറകുകൾ സൃഷ്ടിയുടെ 5-ാം ഭാഗത്തിൻ്റെ 2-ാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കടപ്പാട് DC ബുക്സ്. എന്നെ സംബന്ധിച്ചായാലും പ്രൊഫസർ സാരാഭായിയെ സംബന്ധിച്ചായാലും 2 മണിക്കൂർ കഴിഞ്ഞുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കായി അർദ്ധരാത്രിക്ക് ശേഷം 1 മണിക്കൂർ ഒരു ഹോട്ടലിൻ്റെ വിശ്രമമുറിയിൽ കാത്തിരിക്കുക എന്നത് യുക്തിപൂർവമായ ഒരു കാര്യമല്ല തന്നെ. പക്ഷേ പ്രൊഫസർ സാരാഭായി എന്നും തൻ്റെ സ്വഭാവത്തിൽ യാഥാസ്ഥിതിക വിരുദ്ധമായ ശക്തമായൊരു ഘടകം എന്നും കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും ഈ രാജ്യത്തിലെ ബഹിരാകാശ ഗവേഷണത്തെ വിജയകരമായ രീതിയിൽ നയിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ എതിർവശത്തുള്ള സോഫായിൽ മറ്റൊരാൾ വന്നിരിക്കുന്നതായി എനിക്ക് തോന്നി. വളരെ ബുദ്ധിവൈശിഷ്ട്യം തോന്നിക്കുന്നതും പരിഷ്കൃത ഭാവങ്ങളുള്ളതുമായൊരു ദൃഢഗാത്രനായിരുന്നു അയാൾ. എന്നെപ്പോലെ അലസമായതായിരുന്നില്ല, തികച്ചും ആഢ്യത്വം കുരിക്കുന്നതായിരുന്നു ആ വ്യക്തിയുടെ വസ്ത്രധാരണം. അർദ്ധരാത്രിയിലെ ആ സമയത്തും തികച്ചും ഉണർവും ഉന്മേഷവുമുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തെ ചൂഴ്ന്നു നിന്ന ഏതോ ഒരു ആകർഷണ വലയം നൂതന ആശയങ്ങളെക്കുറിച്ചൊക്കെയുള്ള എൻ്റെ ചിന്തകളെ പാളം തെറ്റിച്ചു. പിന്നെ എനിക്കെൻ്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകത്തിലേക്ക് വീണ്ടും ഉൾവലിയാൻ കഴിയും മുൻപേ പ്രൊഫസർ സാരാഭായി എന്നെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നറിയിപ്പ് കിട്ടി. പുസ്തകം ഞാൻ എടുത്ത ഇടത്ത് തന്നെ തിരികെ വെച്ചു. അപ്പോൾ എൻ്റെ എതിർവശത്തിരുന്ന വ്യക്തിയെ കൂടി അകത്തേക്ക് വിളിച്ചത് എന്നെ അത്ഭുതപ്പെടുത്തി. ആരായിരിക്കാം ഇദ്ദേഹം? എൻ്റെ സംശയത്തിന് ഉത്തരം കിട്ടാൻ വൈകിയില്ല. ഇരിക്കും മുൻപേ തന്നെ പ്രൊഫസർ സാരാഭായി ഞങ്ങൾ ഇരുവരെയും പരസ്പരം പരിചയപ്പെടുത്തി. വ്യോമസേന ആസ്ഥാനത്തു നിന്നുള്ള ഗ്രൂപ്പ് ക്യാപ്റ്റൻ VS നാരായണനായിരുന്നു അദ്ദേഹം. ഞങ്ങൾക്കിരുവർക്കും കാപ്പി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് സൈനിക വിമാനങ്ങൾക്ക് പറന്നുയരാനുള്ള ഒരു റോക്കറ്റ് അധിഷ്ഠിത സംവിധാനം, റോക്കറ്റ് അസിസ്റ്റഡ് ടേക്ക് ഓഫ് സിസ്റ്റം റാറ്റോ, വികസിപ്പിച്ചെടുക്കാനുള്ള തൻ്റെ പദ്ധതി പ്രൊഫസർ സാരാഭായി വെളിപ്പെടുത്തി. ഹിമാലയ പർവ്വത മേഖലയിലെ ഹ്രസ്വമായ റൺവേകളിൽ നിന്നും യുദ്ധവിമാനങ്ങൾക്ക് കുതിച്ചുയരാൻ ഇത് സഹായിക്കും. ലഘു സംഭാഷണങ്ങൾക്കിടയിൽ ചൂട് കാപ്പി വന്നു. പ്രൊഫസർ സാരാഭായിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും നൈസർഷികമല്ലായിരുന്നു ഇത്. കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോൾ പ്രൊഫസർ സാരാഭായി എഴുന്നേറ്റു. ഡൽഹിയുടെ പ്രാന്തപ്രദേശത്തുള്ള തിൽപ്പട്ട് റേഞ്ചിലേക്ക് തന്നെ അനുഗമിക്കുവാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. വിശ്രമമുറിയിലൂടെ കടന്നു പോകവേ ആ പുസ്തകം വെച്ചു പോകുന്ന സോഫയിലേക്ക് ഞാനൊന്ന് കണ്ണോടിച്ചു. ആ പുസ്തകം അവിടെ ഉണ്ടായിരുന്നില്ല. റേഞ്ചിലേക്ക് 1 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. പ്രൊഫസർ സാരാഭായി ഞങ്ങൾക്കൊരു റഷ്യൻ റാറ്റോ കാണിച്ചു തന്നു. ഇതിൻ്റെ മോട്ടോറുകൾ ഞാൻ റഷ്യയിൽ നിന്നും ഘടിപ്പിച്ചു തന്നാൽ നിങ്ങൾക്കിത് 18 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമോ? പ്രൊഫസർ സാരാഭായി ഞങ്ങളോട് ചോദിച്ചു. ഊവ്, ഞങ്ങൾക്ക് കഴിയും. ഗ്രൂപ്പ് ക്യാപ്റ്റൻ VS നാരായണന് ഞാനും ഏതാണ്ട് ഒരേ സമയം തന്നെ മറുപടി നൽകി. അത് കേട്ട് വികസിച്ച പ്രൊഫസർ സാരാഭായിയുടെ മുഖത്ത് ഞങ്ങളുടെ ആവേശം പ്രതിഫലിച്ചു. ഞാൻ ഒരിക്കൽ വായിച്ചത് അപ്പോൾ അനുസ്മരിച്ചു. നടന്നു വരാൻ അവിടുന്ന് നിന്റെ മേൽ പ്രകാശം ചൊരിയും. തിരികെ ഹോട്ടൽ അശോകയിൽ വിട്ടിട്ട് പ്രൊഫസർ സാരാഭായി പ്രധാനമന്ത്രി നെഹ്റുവുമൊത്തുള്ള ഒരു പ്രാതൽ കൂടിക്കാഴ്ചയ്ക്കായി പോയി. അന്ന് വൈകുന്നേരം തന്നെ മികവുറ്റ സൈനിക വിമാനങ്ങളെ ചെറുദൂരം മാത്രം ഓടിക്കൊണ്ട് ഉയർന്നു പൊങ്ങാൻ സഹായിക്കുന്ന ഒരു സംവിധാനം തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാൻ തീരുമാനിച്ചതായും അതിനുള്ള പ്രോജക്റ്റിൻ്റെ മേധാവിയായി എന്നെ നിയമിച്ചതായുമുള്ള വാർത്ത പരസ്യമായി വന്നു. സന്തോഷം, കൃതജ്ഞത, ഒരുതരം സാഫല്യബോധം എന്നിങ്ങനെ വ്യത്യസ്ത വികാരങ്ങൾ എന്നിൽ വന്നു നിറഞ്ഞു. 19-ാം നൂറ്റാണ്ടിലെ അധികം അറിയപ്പെടാത്ത ഒരു കവിയുടെ ഈ വരികൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. നിങ്ങളുടെ എല്ലാ ദിനങ്ങൾക്കും വേണ്ടി തയ്യാറെടുക്കുക, എല്ലാറ്റിനെയും ഒരുപോലെ എതിരേൽക്കുക. നിങ്ങളൊരു അടികല്ലായാൽ സഹിക്കുക, നിങ്ങളൊരു ചുറ്റികയായാൽ അടിക്കുക. ചില പ്രതികൂല സാഹചര്യങ്ങളിൽ പറന്നു പൊങ്ങേണ്ട വിമാനങ്ങൾക്ക് റൺവേയിലൂടെയുള്ള ഓട്ടത്തിൽ അധിക തള്ളൽ നൽകാൻ വേണ്ടിയാണ് റാറ്റോ മോട്ടോറുകൾ ഘടിപ്പിക്കുന്നത്. സ്ഫോടനങ്ങൾ ഭാഗികമായി തകർന്ന റൺവേകൾ, വളരെ ഉയർന്ന വ്യോമ താവളങ്ങൾ, നിശ്ചിത അളവിലും കൂടുതൽ ഭാരം വഹിക്കേണ്ട സാഹചര്യങ്ങൾ, വളരെ ഉയർന്ന അന്തരീക്ഷ താപനില തുടങ്ങിയ പ്രതികൂല അവസ്ഥകളിൽ ഈ സംവിധാനം ഏറെ സഹായകരമാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തങ്ങളുടെ S-22 HF-24 വിമാനങ്ങൾക്കായി ധാരാളം റാറ്റോ മോട്ടോറുകൾ അത്യാവശ്യമായിരുന്നു. തിൽപ്പട്ട് റേഞ്ചിൽ ഞങ്ങളെ കാണിച്ചു വന്ന റഷ്യൻ റാറ്റോ മോട്ടോറിന് 3000 കിലോഗ്രാമിൻ്റെ തള്ളൽ ത്രസ്റ്റ് ശക്തിയും ആകെ ഒരു ഹ്രസ്വകാല അളവിലേക്ക് സെക്കൻഡിൽ
24,500 കിലോഗ്രാം വരുന്ന കുതിപ്പ് ശക്തി ഇമ്പൾസും നൽകാനും കഴിവുള്ളതായിരുന്നു. ഉരുക്ക് കവചമുള്ള ഇരട്ട ഇന്ധന അറയോടുകൂടിയ അതിന് 220 കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്ററിൽ വെച്ച് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO, HAL, DTD&P, വ്യോമസേന ആസ്ഥാനം എന്നിവയുടെ സഹായത്തോടെയാണ് ചെയ്യേണ്ടിയിരുന്നത്. ലഭ്യമായ സാധ്യതകളെ വിശദമായി വിശകലനം ചെയ്ത ശേഷം മോട്ടോർ കവചമായി സ്ഫടിക നാര് ഫൈബർ ഗ്ലാസ് ഉപയോഗിക്കാമെന്ന് നിശ്ചയിച്ചു. വർദ്ധിതമായ കുതിപ്പ് നൽകാനും ഇന്ധനം പൂർണ്ണമായി വിനിയോഗിക്കാൻ പോകുന്ന അധിക ജ്വലന സമയം ലാഭിക്കാനും വേണ്ടി ഒരു സംയുക്ത ഇന്ധനം ഉപയോഗിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു. അധിക സുരക്ഷിതത്വ ഉപാധി എന്ന നിലയിൽ സാധാരണ മർദ്ദത്തിൽ ഇരട്ടിയിലധികം മർദ്ദം ഏതെങ്കിലും കാരണവശാൽ ജ്വലന അറയിൽ വന്നാൽ കീറിപ്പിളർന്നു പോകുന്ന ഒരു സുരക്ഷാ തകിട് ഡയഫ്രം ക്രമീകരിച്ചു വയ്ക്കാനും ഞങ്ങൾ നിശ്ചയിച്ചു. റാറ്റോ വികസന പ്രവർത്തന വേളയിൽ ശ്രദ്ധേയമായ 2 സംഭവവികാസങ്ങളുണ്ടായി. പ്രൊഫസർ സാരാഭായി തയ്യാറാക്കിയ രാജ്യത്തെ ബഹിരാകാശ ഗവേഷണത്തെക്കുറിച്ചുള്ള ഒരു ദശവത്സര രൂപരേഖയായിരുന്നു ആദ്യത്തേത്. തൻ്റെ സഹപ്രവർത്തകർ നടപ്പാക്കാനായി ഒരു മേധാവി നൽകിയ കേവലം ഒരു പ്രവർത്തന പദ്ധതിയായിരുന്നില്ല ആ രൂപരേഖ. പ്രത്യുത ചർച്ചകൾക്ക് ശേഷം പിന്നീട് സമഗ്ര പരിപാടിയായി രൂപപ്പെടുത്താവുന്ന ഒരു വിഷയ അവതരണ പ്രബന്ധമായിരുന്നു അത്. യഥാർത്ഥത്തിൽ തൻ്റെ രാജ്യത്തിലെ ബഹിരാകാശ ഗവേഷണ പ്രവർത്തനവുമായി ഗാഢ അനുരാഗത്തിലായ ഒരു വ്യക്തിയുടെ പ്രണയാർദ്രമായ പ്രകടന പത്രികയായി ഞാനതിനെ കണ്ടു. ഇൻഗോസ്പാറിൽ ജനിച്ച ആശയങ്ങളെ മുഖ്യമായും കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു ആദ്യ പദ്ധതി. ടെലിവിഷൻ സംപ്രേഷണം, വികസനോന്മുഖ വിദ്യാഭ്യാസം, കാലാവസ്ഥാ നിരീക്ഷണം, പ്രകൃതി വിഭവ വിനിയോഗത്തിനുള്ള വിദൂര സംവേദനം, റിമോട്ട് സെൻസിംഗ് എന്നിവയ്ക്കായി ഉപഗ്രഹങ്ങളെ ഉപയോഗിക്കുന്ന കാര്യം അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിനോടൊപ്പം ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളുടെ വികസനവും വിക്ഷേപണവും കൂടി ചേർത്തിരുന്നു. ആദ്യകാലങ്ങളിൽ മുന്നോട്ട് നിന്നിരുന്ന അന്താരാഷ്ട്ര സഹകരണത്തെ പിന്നിലേക്ക് മാറ്റി സ്വയം പര്യാപ്തതയ്ക്കും തദ്ദേശീയ സാങ്കേതിക വിദ്യകൾക്കും ഈ പദ്ധതിയിൽ ഊന്നൽ നൽകിയിരുന്നു. ഭാരം കുറഞ്ഞ ഉപഗ്രഹങ്ങളെ ഉയരം കുറഞ്ഞ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിവുള്ള ഒരു വിക്ഷേപണ വാഹനത്തിന്റെ സാക്ഷാത്കാരം, ഇന്ത്യൻ ഉപഗ്രഹങ്ങളെ കേവലം പരീക്ഷണശാല മാതൃകകൾ എന്നതിൽ നിന്ന് ബഹിരാകാശ പേടകങ്ങളാക്കി തീർക്കൽ, ഉപഗ്രഹത്തെ കൂടുതൽ ഉയരത്തിലെത്തിക്കാനും സ്ഥാനഭേദം വരുത്താനുമൊക്കെയുള്ള അപ്പോജിയും ബൂസ്റ്റർ മോട്ടോറുകളും, യന്ത്രത്തിന്റെ സംവേഗം നിലനിർത്താനുള്ള ചക്രമായ മൊമന്റം വീൽസ്, സൗരഫലകങ്ങളെ വിന്യസിക്കാനുള്ള യന്ത്രം എന്നീ ഉപസംവിധാനങ്ങളെ വികസിപ്പിച്ചെടുക്കൽ എന്നിവയെപ്പറ്റി ഈ പദ്ധതിയിൽ പറഞ്ഞിരുന്നു. കൂടാതെ ബഹിരാകാശ ഇതര ഉപയോഗങ്ങൾക്കായി സാങ്കേതിക വിദ്യയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരാൻ സാധ്യതയുള്ള വിമാനത്തിൻ്റെ ചലനാവസ്ഥ അറിയാനുള്ള ഉപകരണമായ ജൈറോകൾ, ചലനത്തെയും മധ്യത്തെയുമൊക്കെ വൈദ്യുത സ്പന്ദനങ്ങളായി മാറ്റുന്ന ട്രാൻസ്ഡ്യൂസറുകൾ, വിദൂര അളവെടുപ്പുകൾക്കുള്ള ടെലിമെട്രി, പശകൾ, പ്ലാസ്റ്റിക്കിൻ്റെയും മറ്റും അടിസ്ഥാന വസ്തുവായ പോളിമറുകൾ തുടങ്ങിയ ധാരാളം ഉൽപ്പന്നങ്ങളുടെ വികസനവും വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു. സർവോപരി വൈവിധ്യമാർന്ന ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ കഴിവുള്ള അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചുള്ള സ്വപ്നവും ഉണ്ടായിരുന്നു അതിൽ. പ്രതിരോധ മന്ത്രാലയത്തിൽ ഒരു മിസൈൽ സമിതി രൂപീകരിച്ചതായിരുന്നു രണ്ടാമത്തെ സംഭവം. നാരായണനെയും എന്നെയും അതിലെ അംഗങ്ങളാക്കി. നമ്മുടെ സ്വന്തം രാജ്യത്ത് മിസൈലുകൾ നിർമ്മിക്കുക എന്ന ആശയം ആവേശജനകമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിവിധ വികസിത രാജ്യങ്ങളുടെ മിസൈലുകളെ പറ്റി പഠിക്കാൻ നിരവധി മണിക്കൂറുകൾ ചിലവാക്കി. ടാക്ടിക്കൽ മിസൈലും സ്ട്രാറ്റജിക് മിസൈലും തമ്മിലുള്ള വ്യത്യാസം മിക്കപ്പോഴും വളരെ നേർത്തതായിരിക്കും. സ്ട്രാറ്റജിക് എന്നത് അർത്ഥമാക്കുന്നത് മിസൈൽ ആയിരക്കണക്കിന് കിലോമീറ്റർ പറക്കും എന്നാണ്. യുദ്ധത്തിൽ ഈ പദം ഉപയോഗിക്കുന്നത് മിസൈൽ പോകുന്ന ദൂരം എന്നതിനേക്കാൾ ലക്ഷ്യം ഏത് തരത്തിലുള്ള ആണെന്നാണ് സൂചിപ്പിക്കുവാനാണ്. ശക്തി പ്രയോഗത്തിനെതിരെ സൈനിക ശക്തിയുടെ മേൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾക്കോ സ്വത്ത് നാശങ്ങൾക്കോ സമൂഹത്തിന്മേൽ സാരാംശത്തിൽ അർത്ഥമാക്കുന്നത് ശത്രു നഗരങ്ങളെന്നാണ്. നടത്തുന്ന പ്രത്യാക്രമണങ്ങൾക്കോ ആയി ശത്രുവിൻ്റെ മർമ്മപ്രധാനമായ സ്ഥലങ്ങളെ പ്രഹരിക്കുന്നവയാണ് സ്ട്രാറ്റജിക് മിസൈലുകൾ.
കരയിലോ കടലിലോ ആകാശത്തോ ഇവ മൂന്നിലും കൂടിയോ നടക്കുന്ന ഒരു സംഘട്ടനത്തിൽ സ്വാധീനിക്കുന്നതിന് ശത്രു സങ്കേതത്തിൽ പ്രയോഗിക്കുന്നവയാണ് ടാക്റ്റിക്കൽ ആയുധങ്ങൾ. അമേരിക്കൻ വ്യോമസേനയുടെ ഭൗമ വിക്ഷേപണ ടൊമാഹാക് മിസൈൽ ഏതാണ്ട് 3000 കിലോമീറ്റർ ദൂരെ പരിധിയുള്ളതായിട്ട് പോലും ടാക്റ്റിക്കൽ രീതിയിൽ ഉപയോഗപ്പെടുത്തിയതോടെ ഈ വിഭജനം അർത്ഥശൂന്യമായി കഴിഞ്ഞു. എന്നാൽ അക്കാലത്ത് 500 നോട്ടിക്കൽ മൈൽ അഥവാ 2780 കിലോമീറ്റർ പരിധിയുള്ള മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ IRBM, ഇതിനേക്കാൾ ദൂരം പോകുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ICBM എന്നിവയുടെ പര്യായമായിരുന്നു സ്ട്രാറ്റജിക് മിസൈലുകൾ. ഗ്രൂപ്പ് ക്യാപ്റ്റൻ നാരായണന് തദ്ദേശീയ നിയന്ത്രിത മിസൈലുകളോട് അവാച്യമായൊരു അഭിനിവേശം തന്നെ ഉണ്ടായിരുന്നു. റഷ്യൻ മിസൈൽ വികസന പദ്ധതിയുടെ അതിശക്തമായ സമീപനത്തിൻ്റെ വലിയൊരു ആരാധകനായിരുന്നു അദ്ദേഹം. അവർക്കത് അവിടെ ചെയ്യാമെങ്കിൽ നമുക്കിവിടെ എന്തുകൊണ്ടായിക്കൂടാ? മിസൈൽ സാങ്കേതിക വിദ്യാ വികസന പരിപാടിക്ക് വേണ്ടിയുള്ള എല്ലാ കളമൊരുക്കലുകളും ബഹിരാകാശ ഗവേഷണം വഴി നടന്നു കഴിഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ച് നാരായണൻ എന്നെ കുത്തിയിളക്കുക പതിവായിരുന്നു. 1962-ലും 65-ലും നടന്ന 2 യുദ്ധങ്ങളും നൽകിയ കൈപ്പേറിയ പാഠങ്ങൾ സൈനിക യന്ത്ര ഉപകരണങ്ങളുടെയും ആയുധ സന്നാഹങ്ങളുടെയും കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുകയല്ലാതെ നിവൃത്തിയില്ല എന്ന സ്ഥിതിയിൽ ഇന്ത്യൻ നേതൃത്വത്തെ എത്തിച്ചിരുന്നു. നമ്മുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെ സംരക്ഷിക്കുവാനായി USSRൽ നിന്നും ധാരാളം ഭൗമ ആകാശ മിസൈലുകൾ സാം കിട്ടിയിരുന്നു. ഈ മിസൈലുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പ് ക്യാപ്റ്റൻ നാരായണൻ ആവേശപൂർവ്വം വാദിക്കുകയുണ്ടായി. റാറ്റോ മോട്ടോർ മിസൈൽ സമിതി എന്നിവയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വേളകളിൽ നാരായണനും ഞാനും ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും സ്ഥാനങ്ങൾ ആവശ്യാനുസരണം പരസ്പരം മാറി മാറി കൈകാര്യം ചെയ്യുമായിരുന്നു. റോക്കറ്റ് സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിയാൻ അങ്ങേയറ്റം തൽപരനായിരുന്നു അദ്ദേഹം. ഞാനാകട്ടെ ആകാശ ആയുധ സംവിധാനങ്ങളെക്കുറിച്ച് ഏറെ ജിജ്ഞാസവും. നാരായണൻ്റെ ബോധ്യങ്ങളുടെ ആഴവും പ്രായോഗിക ശക്തിയും ആവേശജനകമായിരുന്നു. പ്രൊഫസർ സാരാഭായിയുമൊത്ത് പുലർച്ചയ്ക്ക് മുൻപേ തിൽപ്പെട്ട് റേഞ്ചിൽ നടത്തി ആ സന്ദർശന ദിവസം മുതൽക്ക് തന്നെ നാരായണൻ തൻ്റെ റാറ്റോ മോട്ടോറിൻ്റെ കാര്യത്തിൽ തിരക്കിട്ട പണി തുടങ്ങി. ആവശ്യമുള്ള എന്തും ചോദിക്കുന്നതിന് മുൻപേ അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. പദ്ധതിക്കായി 75 ലക്ഷം രൂപയുടെ ഒരു ഫണ്ട് നീക്കിവെക്കലും മുൻകൂട്ടി കാണാത്ത ചെലവുകൾക്കായുള്ള ഉറപ്പും അദ്ദേഹം നേടിയെടുക്കുകയുണ്ടായി. എന്താണ് വേണ്ടതെന്ന് താങ്കൾ പറയുക, ഞാനത് കൊണ്ടുവന്ന് തരാം, പക്ഷേ സമയം മാത്രം ചോദിക്കരുത്, അദ്ദേഹം പറഞ്ഞു. ചിലപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ അക്ഷമതയെ കളിയാക്കി. എന്നിട്ട് TS എലിയറ്റിൻ്റെ പൊള്ള മനുഷ്യർ എന്ന കൃതിയിൽ നിന്ന് ഈ വരികൾ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആശയത്തിനും സൃഷ്ടിക്കുമിടയിൽ ആവേശത്തിനും പ്രതികരണത്തിനുമിടയിൽ വീഴുന്നതാ നിഴൽ. അക്കാലത്ത് പ്രതിരോധ ഗവേഷണവും വികസനവും മിക്കവാറും ഇറക്കുമതി ഉപകരണങ്ങളെ ആശ്രയിച്ചിട്ടുള്ളായിരുന്നു. തദ്ദേശീയമായിട്ട് ഒന്നും തന്നെ ലഭ്യമല്ലെന്ന അവസ്ഥ ആകയാൽ ഞങ്ങൾ ഒരുമിച്ച് നീണ്ട ഒരു പട്ടിക ഉണ്ടാക്കുകയും ഒരു ഇറക്കുമതി പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. പക്ഷേ എന്നെ അത് വല്ലാതെ അസന്തുഷ്ടനാക്കി. ഇതിനൊരു പരിഹാരമോ മറ്റു വഴിയോ ഇല്ലേ? സ്ക്രൂ ഡ്രൈവർ ടെക്നോളജിയുമായി കാലം കഴിക്കാൻ വിധിക്കപ്പെട്ടതാണോ ഈ രാജ്യം? ഇന്ത്യയെപ്പോലൊരു ദരിദ്ര രാജ്യത്തിന് ഇമാതിരി വികസന രീതി താങ്ങാൻ കഴിയുമോ? ഒരു ദിവസം ഞാൻ വൈകി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റാറ്റോ പദ്ധതികൾ ഏറ്റെടുത്തതിന് ശേഷം ഇതൊരു പതിവായിരുന്നു. ജയചന്ദ്ര ബാബു എന്ന യുവ സഹപ്രവർത്തകൻ വീട്ടിലേക്ക് തിരിക്കുന്നത് കാണാനിടയായി. ബാബു അവിടെ വന്നിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. ശുഭാപ്തി വിശ്വാസവും സ്പഷ്ടമായി കാര്യങ്ങൾ പറയുന്ന ഒരു ചെറുപ്പക്കാരനെന്ന് മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് എനിക്കറിയാമായിരുന്നുള്ളൂ. ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ചില ചിന്തകൾ പങ്കുവെച്ചു. താങ്കൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വയ്ക്കാനുണ്ടോ? ഞാൻ ചോദിച്ചു. അല്പനേരം നിശബ്ദനായിരുന്ന ബാബു എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനുള്ള ഒരുക്കത്തിന് അടുത്ത സായാഹ്നം വരെ സമയം ചോദിച്ചിട്ട് പോയി. അടുത്ത ദിവസം വൈകുന്നേരം നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ ബാബു കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ മുഖം പ്രത്യാശയായി തിളങ്ങി. നമുക്ക് ഇത് ചെയ്യാം സാർ. ഇറക്കുമതികളൊന്നും കൂടാതെ നമുക്ക് റാറ്റോ സംവിധാനം ഉണ്ടാക്കാം. സാധനങ്ങൾ വാങ്ങുന്നതിലും ഉപകരാറുകൾ കൊടുക്കുന്നതിലും നമ്മുടെ സ്ഥാപനത്തിലുള്ള വ്യവസ്ഥിതിപരമായ അയവില്ലായ്മ മാത്രമാണ് ഇതിന് തടസ്സം. ഇറക്കുമതി ഒഴിവാക്കാനുള്ള 2 സുപ്രധാന കാര്യങ്ങൾ ഇവയാണ് താനും. അദ്ദേഹം 7 നിർദ്ദേശങ്ങൾ വെച്ചു, അഥവാ 7 കാര്യങ്ങളിലെ സ്വാതന്ത്ര്യം ചോദിച്ചു. സാമ്പത്തിക അംഗീകാരങ്ങൾക്ക് അധിക ശ്രേണി മുഴുവൻ കയറി ഇറങ്ങുന്നതിന് പകരം ഒരൊറ്റ വ്യക്തിയുടെ തീർപ്പ്.
ജോലി ചെയ്യുന്ന ഏവർക്ക് സ്ഥാനവ്യത്യാസമില്ലാതെ വിമാനയാത്ര നടത്താനുള്ള അനുമതി, ഒരു വ്യക്തിയോട് മാത്രമുള്ള ബാധ്യത ചരക്കുകൾ വ്യോമമാർഗം കൊണ്ടുവരൽ, സ്വകാര്യ മേഖലയ്ക്ക് ഉപകരാറുകൾ കൊടുക്കൽ, സാങ്കേതിക താരതമ്യത്തെ ആധാരമാക്കിയുള്ള ഓർഡർ കൊടുക്കൽ, കാലദൈർഘ്യം കൂടാതെയുള്ള കണക്ക് ശരിപ്പെടുത്തൽ എന്നിവ. യാഥാസ്ഥിതിക പ്രവണതയുള്ള സർക്കാർ സംവിധാനങ്ങളിൽ ഈ ആവശ്യങ്ങൾ കേൾക്കപ്പെടാതെ പോയി. എങ്കിലും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളുടെ പ്രായോഗികത എനിക്ക് ദൃശ്യമായിരുന്നു. റാറ്റോ പദ്ധതി ഒരു പുതിയ കളിയാണ്. ആകയാൽ തികച്ചും പുതിയതായ ഒരു കൂട്ടം നിയമങ്ങൾ അനുസരിച്ച് അത് കളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഒരു രാത്രി മുഴുവൻ ഞാൻ ബാബുവിൻ്റെ നിർദ്ദേശങ്ങളുടെ വിവിധ വശങ്ങൾ വിശദമായി താരതമ്യം ചെയ്ത് പഠിച്ച ശേഷം അവ പ്രൊഫസർ സാരാഭായിയുടെ മുൻപ് സമർപ്പിക്കാൻ തീരുമാനിച്ചു. ഭരണപരമായ ഉദാരവൽക്കരണത്തിന് വേണ്ടിയുള്ള എൻ്റെ വാദവും അതിന് പിന്നിലുള്ള ഗുണവശങ്ങളെ ശ്രദ്ധിച്ച പ്രൊഫസർ സാരാഭായി രണ്ടാമതൊരു ചിന്ത കൂടാതെ ആ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു. വലിയ പണച്ചിലവുള്ള വികസന ജോലികളിൽ ഒരു വ്യാപാര ബുദ്ധി കാണിക്കേണ്ടതിൻ്റെ പ്രാധാന്യം തൻ്റെ നിർദ്ദേശങ്ങളുടെ ബാബു ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിലുള്ള പ്രവർത്തന സാഹചര്യങ്ങളിൽ കാര്യങ്ങൾ ത്വരിതപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ആളുകളെയും സാധനങ്ങളും പണവും തുറക്കേണ്ടി വരും. നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പരിമാണങ്ങൾ മാറ്റുക. സഹജമായി തന്നെ ഒരു ബിസിനസ് വാസനയുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ ബാബു ഏറെക്കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. കൂടുതൽ സമർത്ഥവും ഹരിതാഭവുമായ മേച്ചിൽപ്പുറങ്ങൾ തേടി അദ്ദേഹം ISRO വിട്ട് നൈജീരിയയിലേക്ക് പോയി. പണ ഇടപാടുകളിൽ ബാബുവിനുണ്ടായിരുന്ന സാമാന്യ ബുദ്ധി എനിക്കൊരിക്കലും മറക്കാനാവുകയില്ല. റാറ്റോ മോട്ടോർ കവച നിർമ്മാണത്തിനായി സ്ഫടിക തന്തുക്കളും ഇപ്പോക്സി പ്ലാസ്റ്റിക് പശയും ചേർത്തുള്ള സംയോജിത വസ്തു കൊണ്ടുള്ള ഘടനയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അതുപോലെ ഉന്നതോർജ്ജമുള്ള ഒരു മിശ്രിത ഇന്ധനവും ഞങ്ങൾ ഉപയോഗിച്ചു. യഥാർത്ഥ സമയത്തെ ആധാരമാക്കിയുള്ള സംഭവാധിഷ്ഠിത ജ്വലന തെറിപ്പിക്കൽ സംവിധാനവും തയ്യാറാക്കി. വിമാനത്തിൽ നിന്നും വാതകധാരയെ ജെറ്റിനെ വ്യതിചലിപ്പിക്കുവാൻ തക്ക വിധമുള്ള ചരിവുള്ള തലം, ബഹിർഗമന കുഴലും നോസിലും രൂപകൽപ്പന ചെയ്തിരുന്നു. പദ്ധതിക്ക് തുടക്കം കുറിച്ചതിൻ്റെ 12ാം മാസത്തിൽ ഞങ്ങൾ റാറ്റോയുടെ സ്ഥിരസ്ഥിതിയുള്ള പ്രഥമ പരീക്ഷണം നടത്തി. അടുത്ത 4 മാസം കൊണ്ട് ഇതേ രീതിയിൽ 64 പരീക്ഷണങ്ങൾ കൂടി ചെയ്തു. ഞങ്ങൾ കേവലം 20ഓളം എഞ്ചിനീയർമാർ മാത്രമാണ് ഈ പ്രോജക്റ്റിൽ പ്രവർത്തിച്ചിരുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.